ഈ BBC ഇന്ത്യ അവരുടെ ഔദ്യോഗിക പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. അവരുടെ തന്നെ ജീവനക്കാർക്ക് സംപ്രേഷണ അനുവാദത്തിനുള്ള ലൈസൻസ് കൈമാറിയിട്ട് അവർ പിൻവാങ്ങുകയാണെന്നാണ് ഔദ്യോഗികമായി പുറത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് മിസ്റ്റർ രാമേന്ദ്രൻ ഇതിനെ കാണുന്നത്? ഇത് BBC അതായത് നമ്മുടെ നിയമം അനുസരിച്ച് വരികയാണ്. ഇപ്പോൾ നമ്മുടെ നിയമം അവർക്ക് വലിയ ബാധകമല്ല എന്നുള്ള മട്ടിലാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ 4 മുൻ സ്റ്റാഫുകളെ വെച്ചിട്ട് ഇവിടെ ഒരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കി. കളക്റ്റീവ് ന്യൂസ് റൂം എന്നാണ് ആ സ്വകാര്യ കമ്പനിയുടെ പേര്. അപ്പോൾ ഇങ്ങനെ കൈമാറിയപ്പോൾ ഇന്ത്യയുടെ നിയമം അവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. ഇന്ത്യയുടെ നിയമം അനുസരിക്കുമ്പോൾ ഞാൻ സംഭവങ്ങളൊക്കെ നേരത്തെ വായിച്ചിരുന്നതാണ്. ഇതിവിടെ വലിയ ചർച്ചയാകുന്നൊന്നും ഞാൻ കരുതിയില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ ഇത് ചർച്ച ചെയ്യുന്നത് കണ്ടു. അവിടുത്തെ മുതിർന്ന എഡിറ്റർമാർ അവർ പറയുന്നത് ഇത് ഇന്ത്യയിൽ വലിയ മാധ്യമ സ്വാതന്ത്ര്യ പ്രശ്നമാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഇവിടെ അമർച്ച ചെയ്യുകയാണ്, തകിടം മറിക്കുകയാണ്. മോദി എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ലോക മാധ്യമ ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം ഇത്രയാണ്. ഒന്നാമത് ഈ ഇൻഡെക്സ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ പറ്റി തന്നെ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. നമ്മൾ കേൾക്കാത്ത ചില സ്ഥാപനങ്ങളാണ്. അതൊക്കെ സ്പോൺസേഡ് പരിപാടികളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാധ്യമ സ്വാതന്ത്ര്യ പ്രശ്നവും ഇതിലില്ല. മാത്രമല്ല ഇതിന് BBC-യിൽ നടന്ന റെയ്ഡുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ 2020 ഗവൺമെൻറ് ഉത്തരവായി. എന്താണത്? മാധ്യമരംഗത്ത്, ഡിജിറ്റൽ മാധ്യമരംഗത്ത് 26% ആയിരിക്കണം FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നാണ്യ നിക്ഷേപം. അപ്പോൾ 26% ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ FDI ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ BBC ന്യൂസിൽ ഇത് 99%ആയിരുന്നു. ബ്രിട്ടീഷ് കമ്പനിക്ക്, BBC-യുടെ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് അവിടെ തന്നെ ഒരു വലിയ വയലേഷൻ വന്നു. എന്നിട്ട് 2021 നമ്മൾ ഇന്ത്യ ഉത്തരവിറക്കുമ്പോൾ അതിൽ ഒരു കാലപരിധി വെച്ചിരുന്നു. 2021 ഒക്ടോബറിന് മുമ്പ് അത് നടപ്പായിരിക്കണം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 വർഷത്തെ സമയം കൊടുക്കുന്നുണ്ട്. 2021 ഒക്ടോബറിന് ശേഷവും കഴിഞ്ഞ കൊല്ലം റെയ്ഡ് നടക്കുമ്പോഴും 99% ഓഹരി ബ്രിട്ടീഷ് കമ്പനിക്ക് തന്നെയാണ്. BBC-യിൽ ലംഘനമാണത്. FDI നിക്ഷേപം എങ്ങനെയാണ് വേണ്ടത് എന്ന് ഇന്ത്യ പറഞ്ഞതിൻ്റെ ലംഘനത്തിലാണ് ഇവിടെ BBC പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു അവരുടെ റെയ്ഡിനുള്ള കാരണം അതല്ല. റെയ്ഡിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ റെയ്ഡിനൊരു പ്രചോദനമായിട്ടുണ്ടാകാം. പക്ഷെ റെയ്ഡിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലാഭം ഉണ്ടാക്കിയിട്ട് അത് ഈ പിൻവാതിൽ ചാനലുകൾ വഴി അങ്ങനെ ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. പിന്നെ നികുതി അടയ്ക്കുന്നില്ല, ശരിക്കുള്ള ലാഭം കണക്കിൽ കാണിക്കുന്നുമില്ല. അങ്ങനത്തെ ആരോപണങ്ങൾ വന്നിട്ടാണ് ഡൽഹിയിലും മുംബൈയിലും ഇതിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നത്. ഈ റെയ്ഡ് നടന്നതിൻ്റെ പിന്നാലെ ഈ റിപ്പോർട്ടർ ചാനലിൽ പറയുന്ന പോലെയൊന്നുമല്ല, ഈ കുതിരപ്പുറത്ത് നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ BBC തന്നെ സമ്മതിച്ചു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഈ നിയമം ഫോളോ ചെയ്തില്ല, ഞങ്ങൾ 40 കോടി രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. കുടിശ്ശിക എന്നാണ് അവരുടെ പ്രയോഗം, നമ്മൾ പറയുന്നത് നികുതി വെട്ടിപ്പ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ 40 കോടി അടച്ചോളാം എന്നവർ BBC പറയുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ സംഭവം, ഈ മിനിമം. ഇനി ഇത് 4 പേരുള്ള ഒരു കമ്പനിയാണ്, 4 പഴയ BBC സ്റ്റാഫ്. ഈ BBC ന്യൂസ് മറ്റേ രാജ്യാന്തര ചാനൽ ഉണ്ടല്ലോ ഇംഗ്ലീഷ്, അതിവിടെ കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇത് ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് BBC ന്യൂസ്. അതിൽ 200 പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ മുൻ സ്റ്റാഫ് 4 പേര് ആണ് ഈ ന്യൂസ് റൂം കളക്റ്റീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമസ്ഥന്മാർ. അതിൽ 26%
ഷെയർ ഞങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് BBC അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച മുതൽ ആ രീതിയിലാണ് BBC ഇവിടെ ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ 10 മുതൽ. അങ്ങനെയായിരിക്കും ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, ഗുജറാത്തി, മറാത്തി, പഞ്ചാബി, തമിഴ്, തെലുങ്ക് ഇത്രയും പ്ലാറ്റ്ഫോംസ് അവർക്കുണ്ട്. മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന് 2023 ഒക്ടോബർ 27 തന്നെ ഈ ന്യൂസ് റൂം കളക്റ്റീവ് ഉണ്ടാക്കിയതായിട്ട്, ഇപ്പം ഉണ്ടായതല്ല. BBC ഇതൊക്കെ പാലിച്ചിട്ട് 2023 ഒക്ടോബർ 27 തന്നെ കമ്പനി കാര്യ മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. BBC ഇത്തരം ഒരു ട്രബിളിലേക്ക് നയിച്ച സംഭവം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നല്ലോ. ആ ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്തതിൽ BBC-ക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ? ഗുജറാത്ത് കലാപവും മോദിയെ സംബന്ധിച്ചും അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FDA ഡിസിഷന് ശേഷമാണ് മറ്റേ BBC ഇത് ചെയ്യുന്നത്. BBC വിചാരിച്ചിട്ടുണ്ടാകാം നമുക്ക് നമ്മുടെ ധാർഷ്ട്യം, പഴയ കോളനി വൽക്കരണ കാലം ഉണ്ടല്ലോ, അങ്ങനെ ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ FDA നമ്മൾ അനുവദിക്കുന്നില്ല 99% എന്നുള്ളത് നമ്മൾ 2020 വ്യക്തമാക്കി കഴിഞ്ഞതാണ്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രേതം. അതെ. അപ്പോൾ സത്യത്തില് ഈ ഗുജറാത്തിലെ കലാപം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് 1946 പ്രത്യക്ഷ സമര ദിനം ജിന്ന പ്രഖ്യാപിച്ചില്ലേ, അന്ന് ബംഗാളിൽ നടന്നതാണ് ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ ആ ഡയറക്റ്റ് ആക്ഷൻ ഡേയുമായി ബന്ധപ്പെട്ട് 4500 ഹിന്ദുക്കളെ ഭരണകൂടത്തിൻ്റെ സഹായത്തോടുകൂടി, ഷഹീദ് സുഹ്രവർദി ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി. ഷഹീദ് സുഹ്രവർദി പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഷഹീദ് സുഹ്രവർദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അവിടെ 4500 ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്തത്. ഈ പ്രത്യക്ഷ സമരദിനം ഭരണകൂട ഭീകരതയാണത്. അതിൻ്റെ കൂടെ നിന്നവരാണ് അന്നത്തെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ മുസ്ലിം ലീഗിൻ്റെ കൂടെ ആയിരുന്നു അന്ന്. ജ്യോതി ബസു നിയമസഭയിലെ അംഗവുമായിരുന്നു അന്ന് ആ പൊസിഷൻ. അപ്പോൾ ശരിക്കും പ്രേതം ആ അലമാരകളിലൊക്കെയാണുള്ളത്. എന്തായാലും ഇവർ ഈ ഡോക്യുമെൻ്ററി മറ്റേ ഗുജറാത്ത്, അതിൻ്റെ അകത്ത് ഒരുപാട് നമ്മൾ മാപ്പിളകാലത്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നു എന്നൊക്കെ ഈ ഡോക്യുമെൻ്ററിയിലൊക്കെ പറയുന്നത്. അതിലെത്രമാത്രം സത്യമുണ്ടെന്നൊന്നും പറഞ്ഞുകൂടാ. എന്തായാലും ഇന്ത്യ മാത്രമല്ല, അവർ ഗോദ്ര സംഭവം മറച്ചു വെച്ചിട്ട് ഗോദ്രാനന്തര സംഭവങ്ങളെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതെ, ഗോദ്രയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണ് ഇത് എന്നുള്ളത് പറയണമല്ലോ. ആ ഭാഗം പറയുന്നില്ല. ഒരു ഏകപക്ഷീയമാണത്. അത് ഈ FDA തീരുമാനം വന്ന ശേഷമാണ് ഡോക്യുമെന്ററി എന്നുള്ളത് കൂടി നമ്മൾ ഊന്നി പറയണം. FDA തീരുമാനം 2020 തന്നെ വന്നതാണ്. അത് അനുസരിക്കാതിരിക്കുമ്പോഴാണ് റെയ്ഡ് വരുന്നത്. അനുസരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് സാമ്പത്തിക തിരിമറികൾ BBC നടത്തുന്നു എന്ന് കണ്ടത്. ഇനി ഇതിൽ ഈ റിപ്പോർട്ടർ ചാനലിന് വിരോധം ഉണ്ടാകാം, പക്ഷെ BBC-ക്ക് വിരോധമില്ല ഈ മാറ്റങ്ങളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ന്യൂസ് റൂം കളക്റ്റീവിൻ്റെ CEO അവിടെ മുമ്പ് സീനിയർ ന്യൂസ് എഡിറ്ററായിരുന്ന രൂപ ജ ആണ്. ആ രൂപ ജ, അതായത് ഇപ്പോൾ BBC ഇനി നടത്താൻ പോകുന്ന രൂപ ജ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ജേർണലിസത്തിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. BBC സോളിഡ്ലി ബിഹൈൻഡ് അസ്. ഞങ്ങളുടെ പിന്നിൽ ആ കമ്പനി തന്നെയാണ് ഉള്ളത്. അവർ ദൃഢമായിട്ട് ഉറപ്പിച്ച് ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് അവർ പറയുന്നു. ഇനി BBC-യുടെ തന്നെ ഡെപ്യൂട്ടി CEO ജൊനാഥൻ മൺറോ പറയുകയാണ്, ഇന്ത്യയിൽ BBC-ക്ക് സമൃദ്ധമായ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ 1940 മുതൽ BBC ഇവിടെ ഉണ്ട്. നെഹ്റുവിൻ്റെ കാലത്തൊക്കെ BBC അഴിച്ചു വിട്ടിരിക്കുകയാണല്ലോ നെഹ്റു. പ്രേക്ഷകരാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ആളുകൾ പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് ഈ കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് പറഞ്ഞ കമ്പനിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ BBC-യുടെ ഡെപ്യൂട്ടി CEO പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടർ ചാനലിലുള്ള കാലുഷ്യം BBC-ക്കില്ല. അവർ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിക്കാനും അതനുസരിച്ചിട്ട് ഫങ്ഷൻ ചെയ്യാനും
തയ്യാറാണ്. പിന്നെ എന്താണ് ഇവിടുത്തെ ഈ കപട മതേതരവാദികളുടെയും മാർക്സിസ്റ്റുകളുടെയും പ്രശ്നം? അല്ല, മോഡിക്കെതിരെ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പിന്നെ എടുത്ത് ചാടുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു പത്രനയം. ഫെമ വയലേഷനാണ് സുജാതൻ ഇവര് ചെയ്തിരിക്കുന്നത്. ആ കേസിൽ അവരൊരിക്കലും ഈ MP ഗോവിന്ദനും പിണറായിയും പറയുന്നത് പോലെ ഇത് ഗുണ്ടായുസമാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവർ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി കരുവന്നൂർ ബാങ്കിൽ, വേറെ സഹകരണ ബാങ്കിലും ഒക്കെ ഞങ്ങൾക്ക് കള്ളപ്പണം ഉണ്ടെന്നും വ്യാജ അക്കൗണ്ട് ഉണ്ടെന്നും സമ്മതിച്ച് പരിഹാരക്രിയകൾ നടത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അത് സമ്മതിക്കുന്നില്ല. BBC ഇതൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ടാണ് ന്യൂസ് റൂം കളക്റ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അവരിത് മാധ്യമ ധ്വംസനമാണെന്നോ പത്രസ്വാതന്ത്ര്യ പ്രശ്നമാണെന്നോ ഒന്നും ഒരു അവകാശവാദവും അവർക്കില്ല. എന്ന് മാത്രമല്ല, മോദി ഇന്നലെ ആ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന പത്രാധിപർ പറയുന്നുണ്ടായിരുന്നു, ഒരാൾക്ക് മോദി അഭിമുഖം കൊടുക്കാത്തയാളാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു പത്രത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പ് അഭിമുഖം കൊടുത്തു. ഇപ്പൊ ആസാം ട്രൈബ്യൂണലിന് കൊടുത്തു. അദ്ദേഹം മര്യാദയ്ക്ക് പത്രപ്രവർത്തനം നടത്തുന്നവർക്കൊക്കെ ഇത് കൊടുക്കുന്നേ. ആവശ്യമുള്ളിടത്തും അദ്ദേഹത്തിന്റെ വോയിസ് എയർ ചെയ്യുന്നിടത്തും അദ്ദേഹം സംസാരിക്കും, മര്യാദയ്ക്ക് എയർ ചെയ്യുന്നിടത്ത്. അതല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചങ്കൂട്ടി ദാസ് ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് തന്നെ ഞാനിനി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയി. അതായത് വിളിച്ചിരുത്തിയിട്ട് അപഹസിക്കുന്നത് മാധ്യമധർമ്മത്തിന് ചേരില്ലല്ലോ. അത് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊന്നും പെടുന്ന കാര്യമല്ല. ഇവര് അത്തരം കാര്യങ്ങളും കൂടി സംസാരിക്കുക. ഈ പാനൂരിൽ മറ്റേ പാർട്ടി ബോംബുണ്ടാക്കിയ കാര്യം ചർച്ച ചെയ്യാതെയാണ് റിപ്പോർട്ടർ ചാനൽ BBC എടുത്ത് ചർച്ച ചെയ്തത്. അപ്പോൾ ബോംബ് കാര്യം മറച്ചു വെക്കാനുള്ള ചർച്ചയായിട്ടാണ് അതെനിക്ക് തോന്നിയത്. അപ്പോൾ ബോംബിന്റെ കാര്യം കൂടിയൊക്കെ വല്ലപ്പോഴും ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. അതിനേക്കാൾ പ്രധാനമാണ് സായിപ്പിന്റെ സ്വാതന്ത്ര്യം. അഹോ കഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.